അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് വാലിഡ് അനഗ്രാം. അപ്പോൾ ഇതിന്റെ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഗിവൺ ടു സ്ട്രിങ്സ് എസ് ആൻഡ് ടി, റിട്ടേൺ ട്രൂ ഇഫ് ഇറ്റ് ഇസ് ആൻ അനഗ്രാം, അതർവൈസ് റിട്ടേൺ ഫാൾസ്. അപ്പോൾ അനഗ്രാം എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് എ വേർഡ് ഓഫ് ഫ്രേസ് ഫോം ബൈ റീഅറേഞ്ചിങ് ദ ലെറ്റേഴ്സ് ഓഫ് എ ഡിഫറെന്റ് വേർഡ് ഓഫ് ഫ്രേസ് യൂസിങ് ഓൾ ദ ലെറ്റേഴ്സ് എക്സാക്ട്ലി വൺസ്. നമ്മുടെ ഈ ടെസ്റ്റ് കേസ് നോക്കുമ്പോൾ അനഗ്രാം എന്ന് പറയുന്ന വേർഡ് തന്നെ അതിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്താലും, അതായത് ഈ ടി എന്ന് പറയുന്നത് വേറൊരു വേർഡാണ് നാഗാരാം, ബട്ട് ഇത് റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് അനഗ്രാം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ട്രൂ കിട്ടും നമുക്ക്. സിൻസ് വി ആർ ഏബിൾ ടു റീഅറേഞ്ച് ദിസ് ലെറ്റേഴ്സ് വി ആർ ഗെറ്റിംഗ് ദ സെയിം സ്ട്രിങ്. അതാണ് അനഗ്രാം എന്ന് പറയുന്നത്. ഇവിടെ നോക്കുമ്പോൾ എന്താ റാറ്റാണ്, പക്ഷെ ഇവിടെ കാർ വരുമ്പോഴത്തേക്ക് RAC വരുന്നതുകൊണ്ട് ഇത് നമുക്ക് എന്തായാലും റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് റാറ്റ് കിട്ടത്തില്ല, കാറിന് റീഅറേഞ്ച് ചെയ്താൽ. അപ്പോൾ ദാറ്റ് ഈസ് അനഗ്രാം. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോഴും നമ്മുടെ ബ്രൂട്ട് ഫോഴ്സ് സൊല്യൂഷൻ, ഫസ്റ്റ് ബ്രൂട്ട് ഫോഴ്സ് സൊല്യൂഷൻ എന്തായിരിക്കും? നമുക്കിവിടെ നോക്കുമ്പോൾ ലൈക്ക് നമ്മളിപ്പോൾ ഇതിനെ സോർട്ട് ചെയ്യുന്നു ആൻഡ് ഇതിനെ സോർട്ട് ചെയ്യുന്നു എന്ന് വെച്ചോ. ഇതിനെ നമ്മൾ സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? എ ജി അങ്ങനെ നമുക്കൊരു വാക്ക് കിട്ടും. ഇതിനെ നമ്മൾ സോർട്ട് ചെയ്താൽ സിമിലർ വേർഡ് കിട്ടും. നമ്മൾ ഇതിനെ രണ്ടിനെ സോർട്ട് ചെയ്തിട്ട് നമ്മൾ കമ്പയർ ചെയ്താൽ നമുക്ക് ഇതിന്റെ ഒരു അനഗ്രാം ആണോ അല്ലെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റും അല്ലേ? അതായത് നമ്മൾ S ജാവാസ്ക്രിപ്റ്റിൽ നമ്മൾ സോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ A, B രണ്ട് ഇതെടുക്കുന്നു ആൻഡ് A. ലോക്കൽ കമ്പയർ ഓഫ് B എന്ന് കൊടുത്തു. ഇവിടെ നമ്മൾ സോർട്ട് ചെയ്തു എസ്സിന്. നമുക്കൊന്ന് കൺസോൾ ചെയ്ത് നോക്കാം. S.sort is not a function, right? നമുക്ക് സ്ട്രിങ്ങിനെ നേരെ സോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. സോർട്ട് എന്ന് പറയുന്നത് നമ്മൾ ഒരു അറേ ആക്കിയാൽ മാത്രമേ നമുക്ക് സോർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. മൈ ബാഡ്. അപ്പോൾ S. നമുക്ക് ആദ്യം ഒരു സ്ട്രിങ്ങിനെ അറേ ആക്കണമെങ്കിൽ നമ്മൾ .split വിളിക്കുന്നു. ഓക്കെ, നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്തു സോർട്ട് ചെയ്യാൻ വേണ്ടി. ഓരോന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്തു, എന്നിട്ട് നമ്മൾ ഇതിനെ തിരിച്ചിവിടെ ജോയിൻ ചെയ്യുന്നു. ഓക്കെ, ഇനി ഞാൻ ഇതിനെ റൺ ചെയ്ത് നോക്കുമ്പോൾ എനിക്കിവിടെ ഇതിനെ സോർട്ട് ചെയ്ത് കിട്ടി, ഈ സ്ട്രിങ്ങിനെ. റൈറ്റ്. സിമിലർലി എനിക്ക് Pനെയും സോർട്ട് ചെയ്യാൻ പറ്റും അല്ലേ? ഞാൻ ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു, എന്നിട്ട് ഞാൻ ഇവിടെ ഇത് T ആക്കി. അപ്പോൾ എനിക്ക് Tയും Sഉം എനിക്ക് സോർട്ട് ചെയ്ത് കിട്ടി. എന്നിട്ട് ഞാൻ ജസ്റ്റ് റിട്ടേൺ ചെയ്യുകയാണ് S = T ആണോ എന്ന് മാത്രം ഞാൻ റിട്ടേൺ ചെയ്യുക. ആണോ? നമുക്കൊരു നമ്മുടെ ടെസ്റ്റ് കേസ് പാസ് ചെയ്യുന്നതിന് കാരണം എന്താ? നമ്മൾ രണ്ടും സോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് സിമിലർ വേരിയബിൾ കിട്ടുന്നു ആൻഡ് നമ്മൾ അതിനെ ജസ്റ്റ് കമ്പയർ ചെയ്യും. ഇതാണ് ബ്രൂട്ട് ഫോഴ്സ് സൊല്യൂഷൻ. നമ്മുടെ സൊല്യൂഷൻ നോക്കിയാലും ബ്രൂട്ട് ഫോഴ്സ് സൊല്യൂഷൻ എന്ന് പറയുന്നത് സോർട്ടിങ് ആണ്. പക്ഷെ ഇതിന് ടൈം കോംപ്ലക്സിറ്റി വരുമ്പോൾ എന്താ? ഞാൻ പറഞ്ഞ പോലെ സോർട്ടിങ്ങിന് n-log-n ആണ് ടൈം കോംപ്ലക്സിറ്റി. അപ്പൊ ഇവിടെ രണ്ട് ഇതുള്ളത് കൊണ്ട് n എന്ന് പറയുന്നത് ഫസ്റ്റ് സ്ട്രിങ്ങിന്റെ സൈസും m എന്ന് പറയുന്നത് സെക്കൻഡ് സ്ട്രിങ്ങിന്റെ സൈസും രണ്ടും കൂടെ ആഡ് ചെയ്യുന്നതാണ് ടൈം കോംപ്ലക്സിറ്റി. സ്പേസ് കോംപ്ലക്സിറ്റി ഡിപ്പെൻഡിങ് ഓൺ ദ സോർട്ടിങ് അൽഗോരിതം. അഗൈൻ കോൺസ്റ്റന്റ് സ്പേസിൽ നമുക്ക് സോർട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആ സ്ട്രിങ്ങിന്റെ ഫുൾ സൈസ് എടുത്തിട്ട് നമുക്ക് സോർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ബ്രൂട്ട് ഫോഴ്സ് സൊല്യൂഷൻ. ഇനി നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? നമുക്ക് ടൈം കോംപ്ലക്സിറ്റി ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റണം അല്ലേ? കോൺസ്റ്റന്റ് സ്പേസിൽ നമുക്ക് സോർട്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് അത് ഒരു പ്രോബ്ലം അല്ല. പക്ഷെ നമുക്കിനി ടൈം കോംപ്ലക്സിറ്റി എങ്ങനെ നമുക്ക് ചെയ്യാം എന്ന് നോക്കാം, ഒപ്റ്റിമൈസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് നമുക്കൊരു ഫ്രീക്വൻസി മാപ്പ് ജനറേറ്റ് ചെയ്യാം. അതായത് ഓരോ ലെറ്റേഴ്സും എത്ര ടൈംസ് ഉണ്ട്. അതായത് നമ്മൾ ടൈം കോംപ്ലക്സിറ്റി ഒപ്റ്റിമൈസ് ചെയ്യണം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരൊറ്റ പ്രാവശ്യം ഇതിൽ കൂടെ നമ്മൾ റൺ ചെയ്തു, വീണ്ടും ഇവിടെയും ഒരൊറ്റ പ്രാവശ്യം റൺ ചെയ്തു. അപ്പം ഇവിടെ ബിഗ് ഓഫ് എൻ, ഇവിടെ ബിഗ് ഓഫ് എൻ. അപ്പൊ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും കോൺസ്റ്റന്റ് ഉണ്ട് 2 × ബിഗ് ഓഫ് എൻ, ദാറ്റ് വിൽ ബി ബിഗ് ഓഫ് എൻ. നമുക്ക് നമ്മുടെ ടൈം കോംപ്ലക്സിറ്റി അങ്ങനെ നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റണം. അപ്പൊ അതിന് ചെയ്യേണ്ടത് ഒരു ഫ്രീക്വൻസി മാപ്പ് ക്രിയേറ്റ് ചെയ്യുക.
മാപ്പ് എന്ന് പറയുന്ന ഡേറ്റ സ്ട്രക്ചർ വെച്ചിട്ട് ഇതിൻ്റെ ഒരു ഫ്രീക്വൻസി മാപ്പ് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ഇതിൽ ഐട്രേറ്റ് ചെയ്തിട്ട് അതിനങ്ങ് സബ്ട്രാക്ട് ചെയ്ത് കളയാം ഓരോന്നിനും. അപ്പൊ ഇതിന്റെ ഫ്രീക്വൻസി മാപ്പ് ഇപ്പൊ എ ഇവിടെ 3 ടൈംസ് ഉണ്ട്, ഇവിടെയും 3 ടൈംസ് ഉണ്ട്, അതേപോലെ തന്നെ ബാക്കി ലെറ്റേഴ്സും ഉണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാം സബ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഫ്രീക്വൻസി മാപ്പിൽ ഫ്രീക്വൻസീസ് എല്ലാം 0 ആണെങ്കിൽ ട്രൂ ആയിട്ട് നമുക്ക് റിട്ടേൺ ചെയ്യാം. അല്ല ഏതെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ ഫ്രീക്വൻസി ഏതെങ്കിലും ബാക്കി വരുവാണെങ്കിൽ അനഗ്രാം അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ നമുക്ക് സോർട്ടിങ് വേണ്ട, നമുക്ക് ഇതിന്റെ ഫ്രീക്വൻസി വെച്ച് തന്നെ നമുക്ക് അനഗ്രാം ആണോ അല്ലേ എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ അത് നമുക്കൊന്ന് കോഡ് ചെയ്ത് നോക്കാം. ലെറ്റ് മാപ്പ് ഇസ് ഈക്വൽ ടു, ഞാൻ മാപ്പ് എന്ന് പറഞ്ഞ ഡേറ്റ സ്ട്രക്ചർ തന്നെ യൂസ് ചെയ്യണം, ന്യൂ മാപ്പ്. എന്നിട്ട് നമുക്ക് നമ്മുടെ ഫസ്റ്റ് സ്ട്രിങ്ങിൽ കൂടെ നമുക്കൊന്ന് ഐട്രേറ്റ് ചെയ്ത് നോക്കാം. ലെറ്റ് ക്യാരക്ടർ ഓഫ് എസ് എന്ന് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് മാപ്പിൻ്റെ അകത്ത് സെറ്റ് ഫങ്ഷനാലിറ്റി ഉണ്ട്. സെറ്റ് ഫങ്ഷൻ വിളിച്ചിട്ട് നമ്മൾ ക്യാരക്ടർ ആൻഡ് നമ്മൾ മാപ്പ് ഡോട്ട് ഗെറ്റ് ക്യാരക്ടർ എന്ന് വിളിക്കുന്നു. പക്ഷേ ഇനിഷ്യലി അത് ഒന്നും കാണത്തില്ല, അൺഡിഫൈൻഡ് ആയിരിക്കും. നമ്മൾ മാപ്പ് ഡോട്ട് ഗെറ്റ് വിളിക്കാൻ നമ്മളൊരു ഓറും കൂടെ കൊടുത്തില്ലെങ്കിൽ എറർ വരും. അപ്പോൾ ഇങ്ങനെ കൊടുക്കുക +1. സോ ഇന്ന് മാപ്പ് കൺസോൾ ചെയ്തിട്ട് നമുക്ക് ഇതിനൊന്ന് നോക്കാം. ഓക്കെ, സോ കൺസോൾ ഡോട്ട് ലോഗ് മാപ്പ്. ഓക്കെ, സോ ഇത് റൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മാപ്പിൻ്റെ ഒരു ഇത് കിട്ടും. കണ്ടോ, ഫ്രീക്വൻസി മാപ്പ് കിട്ടിയാണ്ടോ ഇവിടെ. നമുക്ക് അനഗ്രാമിനെ A3 N1 G1 R1 M1 നമുക്ക് അങ്ങനെ ഒരു ഇതിന്റെ കൗണ്ട് കിട്ടി. നമുക്ക് എന്ത് സ്ട്രിങ് കൊടുത്താലും നമുക്ക് അതിന്റെ ഓരോന്നിന്റെയും കൗണ്ട് കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്, ഒരു ഫ്രീക്വൻസി മാപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് എന്താ, നമ്മൾ നെക്സ്റ്റ് സ്ട്രിങ്ങിൽ ഇതേപോലെ ഐട്രേറ്റ് ചെയ്യാം, മാപ്പ് വെച്ച് ചെക്ക് ചെയ്യാം. സിമിലർ ഇതുണ്ടെങ്കിൽ മാപ്പിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്ത് കളയാം അല്ലേ. നമുക്ക് ഫോർ ബ്യൂട്ടിഫൈ ചെയ്തോട്ടെ. ഫോർ ലെറ്റ് അഗെയിൻ ക്യാർ ഓഫ്, നമ്മൾ ടീയിൽ കൊടുക്കുന്നുണ്ട്, സെക്കൻഡ് ഐറ്ററേഷൻ ആണ്. അപ്പം നമ്മളിനി മാപ്പ് ഡോട്ട് സെറ്റ് തന്നെ കൊടുക്കുന്നതിന് മുന്നേ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത്, നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യാം. ഇഫ് മാപ്പ് ഡോട്ട് ഹാസ് ക്യാർ ആണെങ്കിൽ നമുക്കിവിടെ ഇതിന്റെ നെഗറ്റീവ് വാല്യൂ എടുക്കാം. മാപ്പിലില്ല എന്നാണ്, ഈ ക്യാരക്ടർ മാപ്പിലില്ലെങ്കിൽ നമുക്ക് അപ്പം തന്നെ റിട്ടേൺ ചെയ്യാം. ഇത് വീണ്ടും ഒരു ഒപ്റ്റിമൽ സൊല്യൂഷൻ ഒരു കേസ് വരുന്നത് അതാണ്. അപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ റാറ്റിന് വേണ്ടി നമ്മളൊരു ഫ്രീക്വൻസി മാപ്പ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് കാർ വരുമ്പോഴത്തേക്ക് ഈ സി ഇവിടെ ആദ്യമേ നമ്മൾ സെക്കൻഡ് ഇതിൽ നമ്മൾ മാപ്പിൽ ചെക്ക് ചെയ്യുകയാണ് സി ഉണ്ടോ. അപ്പൊ മാപ്പിലില്ല, നമുക്ക് അപ്പം തന്നെ റിട്ടേൺ ചെയ്യാം. ഏർലി റിട്ടേൺ ചില ടെസ്റ്റ് കേസസിന് വരികയും ചെയ്യും, അത് പെർഫോമൻറ്റും ആണ്. അപ്പൊ നമുക്ക് ബാക്കി ഐട്രേഷൻസ് വേണ്ട. ഓക്കെ, അപ്പൊ മാപ്പിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും, മാപ്പിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഈ മാപ്പ് ഡോട്ട് സെറ്റ് തന്നെ വിളിക്കാം. എന്നിട്ട് ക്യാർ എടുക്കുക, എന്നിട്ട് മാപ്പ് ഡോട്ട് ഗെറ്റ് ക്യാർ -1. ഓക്കെ, ഇനി നമുക്ക് ഒന്നും കൂടെ ഒന്ന് മാപ്പ് ഒന്ന് കൺട്രോൾ ചെയ്ത് നോക്കാം. കണ്ടോ, ഇതിപ്പോ ഒരു അനഗ്രാം ആണ്, അതുകൊണ്ട് എന്ത് പറ്റി, എല്ലാം 0 ആയി മാപ്പിലുള്ള. നമ്മൾ ഇനി എന്താ ചെയ്യേണ്ട, ലാസ്റ്റ് സ്റ്റെപ്പ് എന്താ, അനഗ്രാം ആണെങ്കിൽ ഇതിന്റെ ഫ്രീക്വൻസി എല്ലാം 0 ആണ്. നമ്മൾ ഒന്നും കൂടെ ഒരു ലൂപ്പ് ഇട്ട് മാപ്പിൽ കൂടെ ലൂപ്പ് ചെയ്തിട്ട് നമ്മൾ ഇതെല്ലാം 0 ആണെങ്കിൽ നമ്മളങ്ങ് കൊടുക്കും, ട്രൂ കൊടുക്കും. അതേസമയം ഇവിടെ നമുക്ക് ആ ഏർലി റിട്ടേൺ ഉള്ളത് കൊണ്ട് ഈ ഫോൾസ് നമ്മുടെ ഇതിൽ പിടിച്ചു, നമ്മളിവിടെ റിട്ടേൺ ചെയ്തു. അങ്ങനെ. ഓക്കെ, അപ്പൊ അനഗ്രാം ആയ കേസുകളിൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഇനി ഒരു ലൂപ്പും കൂടെ വേണം. ഫോർ ലെറ്റ് നമുക്ക് കീ വാല്യൂ അല്ലേ, ഇപ്പൊ വാല്യൂ ഓഫ് മാപ്പ് ഡോട്ട് വാല്യൂസ് ഫങ്ഷൻ വെച്ചിട്ട് വാല്യൂസ് കിട്ടുന്നുണ്ട്. നമ്മൾ ഇവിടെ ചെക്ക് ചെയ്യണം. ഇഫ് വാല്യൂ ഇസ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് റിട്ടേൺ ഫോൾസ് കൊടുക്കാം. ഓക്കെ, നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ. പക്ഷെ എല്ലാം 0 ആയിട്ടാണെങ്കിൽ ഈ ഫോർ ലൂപ്പ് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ട്രൂ റിട്ടേൺ ചെയ്യാം. ഓക്കെ, ഉണ്ടോ, നമ്മുടെ ഇത് ടെസ്റ്റ് കേസ് റൺ ചെയ്ത് സബ്മിറ്റ് ചെയ്ത് നോക്കാം നമുക്ക്. അക്സെപ്റ്റ് ആയി.
അപ്പൊ ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി നോക്കുമ്പോൾ എന്താ പറയുന്നത്, ഇത് ബിഗ് ഓഫ് എൻ ആണ്, ഇതും ബിഗ് ഓഫ് എൻ ആണ്, ഇതും ബിഗ് ഓഫ് എൻ ആണ് എന്ന് വെക്കാം. എല്ലാം 3 ബിഗ് ഓഫ് എൻ വരുമ്പോഴത്തേക്ക് ബിഗ് ഓഫ് എന്നിൽ തന്നെ നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എക്സ്ട്രാ ഒരു സ്പേസ് എടുക്കുന്നുണ്ട്, മാപ്പിന്റെ ഒരു സ്പേസ് എടുക്കുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമുക്ക് എന്തായാലും എക്സ്ട്രാ സ്പേസ് എടുത്താലേ പറ്റത്തുള്ളൂ. കാരണം എന്താ, ബിഗ് ഓഫ് എൻ ടൈം കോംപ്ലക്സിറ്റിയിൽ വരുമ്പോഴത്തേക്ക് എക്സ്ട്രാ സ്പേസ് വേണം, കാരണം നമുക്ക് ഈ ക്യാരക്ടേഴ്സിനെ സ്റ്റോർ ചെയ്യണം. അപ്പൊ ഇതിൻ്റെ അകത്ത് ബിഗ് ഓഫ് എൻ സ്പേസ് കോംപ്ലക്സിറ്റി തന്നെ എടുക്കണമെന്നില്ല, കാരണം ഇത് ആൽഫബറ്റ്സ് ആയതുകൊണ്ട് A to Z വരെ നമ്മുടെ മാപ്പിന് കീസ് വരത്തുള്ളൂ. അതായത് 26 ആണ്. അപ്പൊ മാക്സിമം നമുക്ക് അങ്ങനെ പറയാം, നമ്മൾ ഈ മാപ്പ് ഡേറ്റ സ്ട്രക്ചർ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് മാക്സിമം വരാൻ പറ്റുന്നത് ബിഗ് ഓഫ് 26 ആണ് സ്പേസ് കോംപ്ലക്സിറ്റി വരാൻ സാധ്യത. അതും ഒരു കോൺസ്റ്റന്റ് ആയി നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമുക്ക് നീറ്റ് കോഡിന്റെ സൊല്യൂഷനും കൂടെ ഒന്ന് നോക്കാം. ഹാഷ് മാപ്പ് ആണ് ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇവരുടെ കോഡ് നോക്കുവാണെങ്കിൽ മാപ്പ് ഡേറ്റ സ്ട്രക്ചർ എന്നെങ്കിൽ ഇവർ ഒബ്ജക്റ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതും ഒരു സൊല്യൂഷനാണ്, പക്ഷെ എനിക്ക് മാപ്പാണ് പേഴ്സണലി കുറെ കൂടെ ക്ലീൻ ആയിട്ട് തോന്നിയിട്ടുള്ളത്. നമുക്ക് മാപ്പ് ആകുമ്പോഴത്തേക്ക് ഫങ്ഷൻസ് ഉണ്ട്, സെറ്റ്, ഗെറ്റ്, അങ്ങനെയൊക്കെ വെച്ച് നമുക്ക് കുറച്ചും കൂടെ ക്ലീൻ ആയിട്ട് കോഡ് എഴുതാൻ പറ്റും. അപ്പോൾ അത് നിങ്ങളുടെ പ്രിഫറൻസ് ആണ്. നിങ്ങൾക്ക് ഒബ്ജക്റ്റ് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മാപ്പ് യൂസ് ചെയ്യാം. പിന്നെ ഉള്ളത് ഇവര് ഹാഷ് ടേബിൾ, ഇത് തന്നിരിക്കുന്ന ഹാഷ് ടേബിൾ തന്നെ ഇവര് അറേ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു അറേ ആയിട്ടാണ് യൂസ് ചെയ്യണമെങ്കിൽ നമുക്കൊരു അറേ വെക്കാം, അറേ ഓഫ് സൈസ് 26. എന്തുകൊണ്ട് 26? ബിക്കോസ് നമുക്ക് ഓൾ ആൽഫബറ്റ്സ് ആയിരിക്കും വരുന്നത് ഇതിൻ്റെ അനഗ്രാമിൽ. അപ്പോൾ അതിന് നമ്മൾ ഇനിഷ്യലി 0 കൊടുക്കുന്നു. നമ്മൾ ഐട്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇത് എന്താ പറയാ, അതിന്റെ ഫ്രീക്വൻസി എടുക്കാനും വേണ്ടി ചാർകോഡ് അറ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. അതെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇതിന്റെ ആസ്കി വാല്യൂ കിട്ടും. ആ ക്യാരക്ടറിന്റെ പെർട്ടിക്കുലർ ക്യാരക്ടറിന്റെ ആസ്കി വാല്യൂ കിട്ടുന്നു. അതിൽ നിന്ന് -a കൊടുത്തിട്ട് അതിനെ ഇൻക്രിമെന്റ് ചെയ്യുന്നു. എന്റെ ആസ്കി വാല്യൂ വെച്ചിട്ട് നമ്മൾ അതിന്റെ ഒരു ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യാണ് ബേസിക്കലി ചെയ്യുന്നത് ഈ ഒരു കോഡിൽ. ഇതായിരിക്കും ഏറ്റവും ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. മാപ്പിന്റെ ഇതേപോലെ തന്നെ മാപ്പ് ഒരു അറേയാണ് എടുത്തത്. ടൈം കോംപ്ലക്സിറ്റി, സ്പേസ് കോംപ്ലക്സിറ്റി നോക്കുമ്പോഴത്തേക്ക് ഇതാണ് വരുന്നത്, സെയിം തന്നെയാണ്. പക്ഷെ നമുക്ക് മാപ്പ് യൂസ് ചെയ്യണ്ട, അറേ യൂസ് ചെയ്ത് ചെയ്യാനാണ് ഇപ്പൊ ഇന്റർവ്യൂവർ പറയുന്നതെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു സൊല്യൂഷൻ പറയാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഫോർ വാലിഡ് അനഗ്രാംസ്. യാ, താങ്ക് യു.